വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, നിലമ്പൂരിലെ എൻ്റെ പ്രിയപ്പെട്ട രക്തബന്ധുക്കളെ, ഇവിടെ വരുവാനും നിങ്ങളെല്ലാം കാണുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. അതിന് അവസരമൊരുക്കിയ ഈ നിലമ്പൂർ ഫെസ്റ്റ് പാട്ടുത്സവത്തിലെ എല്ലാ ഭാരവാഹികൾക്കും വിശിഷ്യ ഷൗക്കത്ത് ഇക്കാക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇമാതിരി വലിയ ഫെസ്റ്റുകളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ശരിക്കും അസൂയ തോന്നുകയാണ്. ഇവിടെ ഇത്രയും ജനങ്ങളെ സംഘടിപ്പിച്ച് അവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇങ്ങനെ ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ അത്രയും വലിയ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ കൂടെ നിൽക്കുന്ന നിലമ്പൂരിൻ്റെ മുനിസിപ്പൽ ചെയർമാൻ, അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രത്യേകം പറയാനുള്ള കാര്യം, അദ്ദേഹം ഊർജമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഊർജം നിങ്ങൾക്ക് കൂടി പകർന്നു തരാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യം, സാധാരണ ഞാൻ ഈ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഇത്രയും സ്ത്രീജനങ്ങളെ ഒന്നും പ്രോഗ്രാമിനൊന്നും കണ്ടുവരില്ല, കാണില്ല. അത് നിലമ്പൂരിൽ ഇത്രയും സ്ത്രീജനങ്ങൾ വന്നതിന് എൻ്റെ പ്രത്യേക നന്ദിയും അഭിനന്ദനവും അറിയിക്കുകയാണ്. കാരണം ഈ സമയമൊക്കെ അവര് വേറെ പരിപാടിയില്ല. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 11 മണി വരെ പുരുഷന്മാരെ അവർക്ക് തീരെ ഇഷ്ടമല്ല. അത് അച്ഛനായാലും മാമനായാലും സഹോദരനായാലും ഭർത്താവായാലും 11 മണിക്ക് ശേഷം വേണം, അതെനിക്കറിയില്ല. അതുവരെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ താല്പര്യമില്ല. കാരണം അത്രയും സമയം സീരിയൽ വരുന്ന കഥാപാത്രങ്ങളെ പ്രണയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെനിക്കറിയാം പല അമ്മമാർക്കും ഉണ്ട്, കുങ്കുമപ്പൂവിൽ ഇനിയിപ്പോ രുദ്രൻ ചെന്നിട്ട് മറ്റവനുമായിട്ട് എന്തരായ എന്തോ. എനിക്കറിയാം, ഓടി വീട്ടിൽ പോകാനുള്ള ഒരു ധ്വരയാണ് എല്ലാവരുടെയും മുഖത്ത് കണ്ടുവരുന്നത്. പക്ഷെ സീരിയലിനെ കുറ്റം പറയുന്നതല്ല. ഈ സീരിയലിൽ വരുന്ന കഥ അവിഹിത ബന്ധങ്ങളുടെ കഥ തന്നെയാണ്. മറ്റേ കുങ്കുമപ്പൂല് മറ്റേ മാവൻ വന്ന് പറയും, രുദ്രന് ശാലിനിയെ വിവാഹം കഴിച്ചു കൊടുക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അവിഹിത ബന്ധങ്ങളാണ്. ഒരു സ്ത്രീ ഉടുത്തൊരുങ്ങി വന്നിട്ട് പറയും, കഴിഞ്ഞ 10 വർഷമായി ഞാനൊരാളെ സ്നേഹിച്ചു, വേറൊരുത്തനെ വിവാഹം കഴിച്ചു, ഇപ്പൊ മറ്റൊരുത്തിന്റെ കുഞ്ഞിനെയും പ്രസവിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. സീരിയലിന്റെ പേര് കേട്ട പെറ്റ തള്ള സഹിക്കില്ല, പതിവ്രത. അപ്പൊ അങ്ങനെയുള്ള പരമ്പരകളൊക്കെ കണ്ടിരിക്കേണ്ട സമയത്ത് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, ശരിക്കും ഇവിടെ വരുമ്പോൾ ഇത്രയും ആൾക്കാരെയൊക്കെ ഒരുമിച്ച് കണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അന്നെങ്കിലും ഒന്ന് TV ഓഫ് ചെയ്തിട്ട് ഇവിടെ വരണം. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ എനിക്കിപ്പോൾ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരു 6-7 അധ്യാപകര് ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് ഇവിടെ എത്തി. ശരിക്കും നിലമ്പൂർക്കാർ അവർക്ക് പണി കൊടുത്തു. അതായത് ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് എത്തി, അവർ അടിപൊളിയായിട്ട് മലയാളം സംസാരിക്കുന്നു. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചോ എന്ന് എനിക്കറിയില്ല. മക്കളെല്ലാം പഠിച്ചോ? എവിടെ മലയാളം വൃത്തിയായിട്ട് പഠിപ്പിച്ചു കൊടുത്ത് അല്ലേ? അപ്പൊ എന്തായാലും അതിനെല്ലാം കാരണക്കാരൻ എനിക്ക് തോന്നുന്നു ഷൗക്കത്തൊക്കെയാണ്. അതിലും ഞാൻ അങ്ങേ അഭിനന്ദിക്കുകയാണ്. പിന്നെ ഇനി സംസാരിപ്പിച്ച് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ തൊപ്പിയൊക്കെ ഇട്ടേക്കുന്നത് ശരിക്കും ഇന്ന് വരാൻ പറ്റുമോ എന്ന് തന്നെ എനിക്ക് നിശ്ചയമില്ലായിരുന്നു. എന്നെ ഷൗക്കത്തൊക്കെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പുറത്ത് ആർക്കും ഫോട്ടോ കൊടുക്കാനും ഇതിനൊന്നും കൊടുക്കരുത് എന്ന് ദിലീപേട്ടൻ, ആ പ്രൊഡ്യൂസർ. അപ്പോൾ ദിലീപേട്ടന്റെ പടമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിലീപേട്ടനും ഞാനുമായിട്ടുള്ള ചിത്രമാണ്. വൈശാഖാണ് സംവിധാനം. സൗണ്ട് തോമ, അതാണ് ചിത്രത്തിന്റെ പേര്. അത് കാരണമാണ് മുട്ടയടിച്ചേക്കാണ്. അങ്ങനെ ചെറിയൊരു തൊപ്പിയിലേക്കാണ്, അല്ലാതെ ജാടയൊന്നുമല്ല. ഞാൻ തൊപ്പി ആദ്യമായിട്ടാണ് എനിക്ക് ഒന്നും ഇടുന്നത്. ഒരു പുറത്തൊരു ഫംഗ്ഷന് പോകുമ്പോൾ ആദ്യമായിട്ടായിരിക്കും ഞാൻ തൊപ്പി ഇടുന്നത്. അപ്പൊ അതുകൊണ്ടാണ്. എന്തായാലും ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഒരു മിമിക്രിയിൽ നിന്നും സിനിമയിൽ എത്തിയതുകൊണ്ട് 1-2
ശബ്ദങ്ങൾ അത് നേരത്തെ തന്നെ ഇക്കാനോട് പറഞ്ഞു, വന്നിട്ട് വെറുതെ പോകരുത്, ഇവിടുത്തെ ആൾക്കാരെ കയ്യടി മേടിച്ചിട്ടേ പോകാവൂന്ന്. അതുകൊണ്ട് ഇനി വൈകിക്കുന്നില്ല, നിങ്ങളുടെ പ്രിയ താരങ്ങളുടെ ശബ്ദം ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതിനു മുമ്പ് ഞാൻ പറയുകയാണ്, എന്റെ ശബ്ദം നല്ല ചുമയും പനിയായിട്ടൊക്കെ ഇരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ക്ലിയർ ആയില്ലെങ്കിലും കൈയടിക്കാൻ മറക്കരുത്. സാറ് ചോദിച്ചു മൈക്ക് മാറണമെന്ന്. അതിനേക്കാളും എന്നെ അങ്ങ് മാറ്റിയാ പോരെ. വേണ്ട, ഈ മൈക്ക് മതി. നമ്മുടെ മലയാള സിനിമയുടെ കാരണവർ മധുസാറിൽ നിന്ന് തന്നെ തുടങ്ങാം. രാഘവ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ കല്യാണിയമ്മയുടെ മകൾ രാജലക്ഷ്മിയുമായി നിനക്ക് എന്താടാ ബന്ധം? ചോദിച്ചത് കേട്ടില്ലേ? പ്രേമമൊന്നും മണ്ണാങ്കട്ടെന്നും പറഞ്ഞ് അവളുടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ നിനക്ക് അവളെ വേണ്ടാതായി. ഇല്ലടാ പട്ടി, പൊക്കോന്റെ മുമ്പിൽ നിന്ന് പോകാൻ. ഇനി താങ്ക് യു. നമ്മുടെ അന്തരിച്ചുപോയ കോളേജ് പ്രൊഫസർ കൂടിയായ ശ്രീ നരേന്ദ്രപ്രസാദ് സാർ. 16 കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണുവാരെ കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറെന്ന് മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. കണിമംഗലം കോവിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കൂര നിലമ്പൊത്തട്ടെ, എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്കുമാരുന്ന കാര്യം. ഇനി എനിക്കൊന്നും പറയാനില്ല, കേൾക്കാനും. ആയുസ്സിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക. ആയുഷ്മാൻ ഭവ. ഇനി നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മറ്റൊരു അഭിമാനം കൊച്ചു പ്രേമൻ ചേട്ടൻ. കൊച്ചു പ്രേമൻ ചേട്ടൻ ഇപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് പുള്ളിയുടെ ശബ്ദം കേട്ടാൽ അറിയാം, പഠിക്കാനും വളരെ ഈസിയാണ്. താല്പര്യമില്ലാത്ത രീതിയിൽ മാത്രമേ പുള്ളി ഡയലോഗ് എല്ലാം പറയൂ. ഇപ്പോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ചേട്ടാ നല്ല ബിരിയാണി കൊണ്ട് കഴിക്കാം. നിങ്ങൾക്ക് 10 ലക്ഷം ലോട്ടറി അടിച്ചെന്ന് കേട്ടല്ലോ. നിങ്ങളുടെ അമ്മമ്മ കിണറ്റി വീണ് മരിച്ചെന്ന് കേട്ടു. ഒരേ ഗ്രാഫായിരിക്കും. അതിൽ തന്നെ പിടിച്ചാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനായി. പക്ഷേ ആ പട്ടി വിട്ടുള്ള ഏർപ്പാട് അതത്ര ശരിയായില്ല കേട്ടോ. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ടു പറിക്കുന്ന കുട്ടികളുണ്ട് എന്നുകൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഇനി ഞാൻ ശ്രമിക്കുകയാണ്, ഇതുപോലെ തന്നെ വീണ്ടും ശ്രമിക്കുകയാണ് ഒരു താരത്തിനെ. ബിന്ദു പണിക്കർ. സൗണ്ട് അടച്ചിരിക്കുകയാണ്. ഏതാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. ഇനി ആരെയാ വേണ്ടേ? അയ്യോ, അതിനൊന്നുള്ള ശബ്ദമല്ല. ഇനി നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് പഠിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ശബ്ദവും ഇമിറ്റേറ്റ് ചെയ്യാം. പഠിക്കാൻ വളരെ ഈസിയാണ്. ഇവിടെ ഈ ആടിനൊക്കെ ഇങ്ങനെ തോല് കൊണ്ട് ഇങ്ങനെ കെട്ടിയിടുക. അതായത് ആടിന്റെ ശബ്ദവുമായിട്ട് വളരെ രൂപ സാദൃശ്യമുണ്ട്. അതും മുട്ടനാട് അതല്ല, മുട്ടനാടിന്റെ ശബ്ദമായിട്ട് വളരെ സാമ്യമുള്ള ശബ്ദമാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ. അപ്പൊ ഇവിടെ ഇങ്ങനെ തോല് കൊണ്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിടുക, എന്തെങ്കിലും പ്ലാവിലെയോ. അപ്പൊ ഇത് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോ ഇങ്ങനെ മാറ്റി കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുക. ശരിക്കും പറഞ്ഞാല് ഹൈക്കമാൻഡ് എന്തു പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ അംഗീകരിച്ചിരിക്കും. ഇപ്പൊ ഹൈക്കമാൻഡ് എന്നോട് കിണറ്റ് ചാടാൻ പറഞ്ഞാൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇനി നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ഇമിറ്റേറ്റ് ചെയ്യാനും വളരെ ഈസിയാണ്. ഒരു കുപ്പി പട്ടച്ചാരം എടുക്കുക, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ മൂടി ഒന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്യുക. അപ്പോ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസം ശ്രദ്ധിക്കുക. ഇത് സ്മെല്ല് ചെയ്തപ്പോ ഇതാണ് ആകൃതിയെങ്കിൽ ഇനി ഒരു അല്പം ഉള്ളിലേക്ക് സേവിച്ചാൽ പോകുന്ന റൂട്ടെല്ലാം ക്ലിയർ ആയി പോകും. അപ്പൊ ബോഡിയിൽ വരുന്ന ആ ഷേക്കും വ്യത്യാസവും.
കേരളത്തിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലവും കേരളത്തിന്റെ ധോണി ഈ ഞാൻ തന്നെയായിരുന്നു. പിന്നെ പിണങ്ങാറായിക്കിപ്പോൾ ശ്രീശാന്തിന്റെ അവസ്ഥയാകും. ടീമിലുണ്ടോ? ഒണ്ട. കളിക്കുന്നുണ്ടോ? ഇല്ല. മുട കണ്ടാൽ ഇടപെടുമണ്ണ. ഇനി നമ്മുടെ ഭരത് ലാലേട്ടൻ. ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗാണ്. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ ഖാളിയാർ ഗർജിച്ചു. മിയാറ്റാൻസിന്റെ ഖാളിയാർ, ഖരാനകളുടെ ഖാളിയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ദ്രുപതിന്റെ വിറയാർന്ന വേദന കേൾക്കാൻ, ചെവി കോർക്കാൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹമായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മടയിൽ ഉസ്താദ് ബാദുഷാ ഖാൻ. ആവശ്യമറിയിച്ചപ്പോ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരുത്തിൻ്റെ ഓട്ടക്കേശയിൽ എന്തുണ്ട്? സബനോങ്കി സിന്ദഹി ജോ കഭി നഹി ഖതം ഹോ ജാതി ഹൈ. ഇത്രയും നേരം എന്നെ പ്രോത്സാഹിപ്പിച്ച നിലമ്പൂരിലെ എല്ലാ രക്തബന്ധുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.